അസ്സലാമലൈക്കും. നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്ന് നമ്മളൊരു വെറൈറ്റി എഗ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് എഗ് തന്തൂരി സ്റ്റിക്ക് എന്ന് വിളിക്കാം. അപ്പോൾ ഇതെങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3 സ്റ്റിക്ക് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഒരു 6 മുട്ട എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വേവിച്ചെടുത്തതിന് ശേഷം മുട്ടേൻ്റെ തൊലി ഫുള്ളായിട്ട് കളഞ്ഞെടുക്കണം. അപ്പോൾ എഗ്ഗ് നന്നായിട്ട് വെന്ത് കിട്ടാനും പെട്ടെന്ന് വെന്ത് കിട്ടാനും വേണ്ടിയിട്ട് ഞാൻ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുക്കറിൽ ഒരു 2-3 വിസിലിൽ എഗ്ഗ് വേവിച്ചെടുത്ത്. അപ്പം നമ്മൾ എഗ്ഗ് ഓൾമോസ്റ്റ് എല്ലാം പൊളിച്ച് കഴിഞ്ഞു. ഇനി നമുക്കതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞളും പിഞ്ചുപ്പും ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു മാഗി ക്യൂബിൻ്റെ പകുതി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്യുന്ന സമയത്ത് സ്പൂണ് വെച്ച് മിക്സ് ചെയ്താൽ മതി. പക്ഷേ നമ്മൾ മാഗി ക്യൂബ് അതിലേക്ക് ഒന്നുകൂടി നന്നായിട്ട് ചേർന്ന് വരാൻ വേണ്ടിയിട്ട് കൈ വെച്ചിട്ട് നല്ലോണം ഇതേപോലെ ഉടച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഈ മിക്സിങ് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതെന്തിനാന്ന് വെച്ചാൽ ഒന്നുകൂടി നമുക്കിതിന് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് ഓരോ മുട്ടയായിട്ട് 4 ഭാഗങ്ങളായിട്ട് വരഞ്ഞു കൊടുക്കണം. അതെന്തിനാന്ന് വെച്ചാൽ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ മുട്ട പൊട്ടി പോവാതിരിക്കാനും പിന്നെ പൊട്ടി തെറിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ്. ഇനി ഓരോ മുട്ടകളായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എഗ്ഗിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇത് നന്നായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ വേണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു 10 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിൽ കൂടുതൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല, കാരണം എഗ്ഗിൽ നന്നായിട്ട് മസാല പിടിക്കും. അപ്പോൾ ഞാനിവിടെ ഒരു 10 മിനിറ്റിന് ശേഷം ഒരു സ്റ്റിക്ക് എടുത്തിട്ട് ഇതേപോലെ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഒരു സ്റ്റിക്കിൽ 2 എഗ്ഗ് എന്ന രീതിയിലാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഓരോന്നോരോന്നായി സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റി വെക്കാം. അപ്പോൾ ഞാനിവിടെ എഗ്ഗ് മുഴുവനായിട്ട് സ്റ്റിക്ക് ചെയ്ത് വെച്ചു. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 2-3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഓയിൽ ചൂടായി കഴിഞ്ഞാൽ ഒരു ബഞ്ച് കറിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് വെച്ച് നമ്മൾ എഗ്ഗ് ഓരോന്നോരോന്നായി അതിലേക്ക് വെച്ചെടുക്കാം. ഇനി അപ്പുറം ഇപ്പുറം മറിച്ചിട്ടിട്ട് നമുക്കിത് നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ എഗ്ഗ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊരു സൈഡിലേക്ക് നീക്കി വെച്ചതിന് ശേഷം ഒരു പാത്രത്തിൽ ഒരു ചാർക്കോളിൻ്റെ കഷ്ണം ഇട്ടിട്ട് നമുക്ക് അതിലേക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മളെ എഗ് തന്തൂരിക്ക് സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഒരു 15 മിനിറ്റിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എപ്പോഴും ഒരേപോലെ എഗ്ഗ് ഫ്രൈ ചെയ്യാണ്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് ടേസ്റ്റ് ചെയ്ത് നോക്ക്. അപ്പോൾ പിന്നെ മസലാമ. ബൈ ബൈ ഫ്രം കോയാസ് റെസിപ്പി.